എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഹിനട്ട അവളാണെങ്കിൽ ആ തകർന്ന വെയ്സ് എല്ലാം തന്നെ ഒരു ഭാഗത്ത് കൂട്ടിയിടുകയാണ്. അപ്പോൾ അവളുടെ മകള് അവൾ ഒരുപാട് വിഷമത്തിൽ ആ വെയ്സിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഹിനട്ടയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. എനിക്കറിയാം ഇതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. അതിന്റെ വാല്യൂ നിന്റെ സ്നേഹവും ഞാൻ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു കഴിഞ്ഞു. സാരമില്ല, അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ചെക്കൻ ബൊറൂട്ടോ കുട്ടപ്പനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര മൂത്രശങ്ക. അവൻ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി എത്തുമ്പോഴായിരിക്കും അവന്റെ ഓപ്പോസിറ്റ് കവാക്കിയെ കാണുക. അവർ രണ്ടുപേരും ബാത്റൂമിൽ പോകാനായിട്ട് അതിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ടെൻഷനാവും. ഞാനാണ് ആദ്യം ഇവിടേക്ക് വന്നത്, സോ ഞാൻ തന്നെ ഫസ്റ്റ് ബാത്റൂമിലേക്ക് പോവും. അതിന് കവാക്കി പറയും, ഒരിക്കലുമില്ല, ഫസ്റ്റ് ഞാനാണ് ഇവിടേക്ക് എത്തിയത്, അതുകൊണ്ട് ഞാനായിരിക്കും ആദ്യം പോവുക. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അടുത്ത നിമിഷം ബാത്റൂമിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരും. ഞാൻ ഓൾറെഡി ഈ ബാത്റൂമിന്റെ അകത്തുണ്ട്, സോ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി കാര്യം സാധിക്കേ. ബാത്റൂമിന്റെ അകത്ത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നറൂട്ടോ. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ രണ്ട് ആശാമാരും പുറത്തേക്ക് വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് പറയും, യു ആർ അൺബിലീവബിൾ, ഇത് ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ്. ഇവിടേക്ക് തന്നെ വന്ന് ഇവിടെ തന്നെ നിന്ന് നിനക്കും കാര്യം സാധിക്കണോ? നിനക്ക് കുറച്ചെങ്കിലും നാണമില്ലേന്ന് ചോദിച്ച് അവനെ കളിയാക്കും. കൺട്രോൾ പോയ കവാക്കിയാണെങ്കിൽ ബൊറൂട്ടോയെ അടിക്കാനായിട്ട് അവന്റെ ദേഹത്ത് കയറി പിടിക്കും. പിന്നീട് അവർ രണ്ടുപേരും പൊരിഞ്ഞ് അട്ടിയിടി ബഹളം. അടിക്കിടയിൽ അവരുടെ രണ്ടുപേരുടെയും കർമ്മ പവർ അവയ്ക്കനാവും. അടുത്ത നിമിഷം നറൂട്ടോ അവിടേക്ക് വന്ന് അവർ രണ്ടുപേരെയും അങ്ങനെ പിടിച്ചു മാറ്റുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ബാത്റൂം കാണിക്കും. നറൂട്ടോ ബാത്റൂമിൽ ഇരുന്നാണ് ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയത്. കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴെ ഡൈനിങ് ടേബിളിൽ എത്തിയിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവന്റെ ഫുഡിൽ ഒരുപാട് ഉപ്പൊക്കെ കൊട്ടിയിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങും. അതിന് ഹിരട്ട പറയും, ബൊറൂട്ടോ നീ എന്തായി ചെയ്യണേ? ഇത്ര ഉപ്പിട്ട് കഴിച്ചാ അതിന്റെ ടേസ്റ്റ് പോവും. അവളാണെങ്കിൽ ഇപ്പോ കവാക്കി ശ്രദ്ധിക്കും. അവൻ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവൾ കവാക്കിയോട് ചോദിക്കും, എന്തു പറ്റി? നിനക്ക് ഈ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ കെമിക്കലോ പോയിസണോ ഒന്നും ഞങ്ങൾ കലർത്തിയിട്ടില്ല. അതിന് കവാക്കിയാണെങ്കിൽ തല താഴ്ത്തി, ഞാനിപ്പോ നിങ്ങളെ വിശ്വസിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അത് കഴിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, എന്റെ അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡാണ്, അത് കഴിക്കാൻ നീ ശരിക്കും ലക്കി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ മറക്കില്ല, നീ എന്റെ അനുജത്തെ ഉണ്ടാക്കിയ വെയ്സ് തകർത്തു. അതിനവനാണെങ്കിൽ ക്യാഷ്ലായി പറയും, അത് വെറും ഒരു മൺപാത്രമല്ലേ, അതിന് ഇത്രയും ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ? അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കവാക്കി അവനിപ്പോ പുറത്തേക്ക് നടന്നു പോകാൻ ശ്രമിക്കും. അതിന് നറൂട്ടോ ആണെങ്കിൽ അവനെ പിടിച്ചു വെച്ച്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കാൻ പാടില്ല എന്ന്. അതിനവനാണെങ്കിൽ ഇറിറ്റേറ്റഡ് ആവും. ഓ നോ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും പോകുന്നില്ല, എനിക്കകത്ത് തന്നെ ഇരുന്ന് ബോറടിച്ചു, സോ ഒരല്പനേരം കാറ്റ് കൊള്ളാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. ഹിനട്ടയാണെങ്കിൽ അവിടേക്ക് വന്ന് അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കും. അതിനവൻ ടെൻഷനായി ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണ് ടീം. അവര് നിർത്താതെ ട്രെയിനിങ് എടുക്കും. പക്ഷേ ബൊറൂട്ടോ ഓൾറെഡി ടെൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് എടുക്കാനായിട്ട് കഴിയില്ല. ടാറയുടെ ആണെങ്കിൽ ഇപ്പൊ അവനോട് കാര്യം അന്വേഷിക്കും. അതിന് ബൊറൂട്ടോ പറയും, ആ കവാക്കി അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓരോ ദിവസം കഴിയുന്തോറും അവൻ എനിക്ക് കൂടുതൽ തലവേദനയായിട്ട് മാറുകയാണ്. എപ്പോ വേണമെങ്കിലും അവനൊരു ഡേഞ്ചർ ബോംബായിട്ട് മാറാന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കവാക്കി അവനാണെങ്കിൽ കാഷ്വലായിട്ട് അങ്ങനെ നടന്നു പോകും. അവന്റെ തൊട്ടു പിന്നാലെ അവനെ ഫോളോ ചെയ്ത് നറൂട്ടോയും. അതേസമയം ഹൊക്കാഗെ ഓഫീസിലെ നറൂട്ടോ ആണെങ്കിൽ ആ എയർഷിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഷിക്കമരുവായിട്ടും സായി ആയിട്ടും ഡിസ്കസ് ചെയ്യും. ഷിക്കമരു ആണെങ്കിൽ നറൂട്ടോട് പറയും, ഓൾറെഡി കട്ടാസ്കി ലാബില് അവനെക്കുറിച്ചുള്ള റിസർച്ചുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു റിപ്പോർട്ട്സും ഇതുവരെ എത്തിയിട്ടില്ല. സയന്റിഫിക് നിഞ്ച ടൂളില് ലീഫ് വില്ലേജ് ആണ് നമ്പർ 1. പക്ഷേ നമ്മളെ കടത്തിവെട്ടി ആ കാര അവൻ സയന്റിഫിക് നിഞ്ച ടൂൾസില് വലിയൊരു ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അവനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? നറൂട്ടോ, നിനക്ക് അവനോട് സംസാരിച്ച് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? അതിന് നറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, അവൻ ഇതുവരെ ഓപ്പൺ ആയിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഞാൻ അവനെ കൺവിൻസ് ചെയ്ത് അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് മനസ്സിലാക്കും. അതിനാദ്യം അവന് നമ്മളോട് ട്രസ്റ്റും വിശ്വാസവും ഒക്കെ തോന്നണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കവാക്കിയെ കാണിക്കും. കവാക്കി ആണെങ്കിൽ നടന്ന് ഒരു പാർക്കിൽ വന്ന് കിടക്കുകയാണ്. അവൻ ഒരുപാട് നേരം അവിടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് നറൂട്ടോയ്ക്കും ഒരുപാട് സന്തോഷം. ഈവനിങ് ആവുമ്പോൾ അവൻ തിരികെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവനെ കാണേണ്ട താമസം. ഹിനട്ടയാണെങ്കിൽ അവനെ സ്വാഗതം ചെയ്ത് അവന് കഴിക്കാനായിട്ട് എന്ത് ഫുഡാണ് ആവശ്യം ചോദിക്കും. അതിനവനാണെങ്കിൽ ഹിനട്ടയെ മൈൻഡ് പോലും ചെയ്യാതെ കടന്നു പോവും. അവന് തൊട്ടു പിന്നാലെ ഇപ്പൊ ബൊറൂട്ടോയും വിശന്ന് തളർന്ന് കയറി വരികയാണ്.
അമ്മയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് അവിടെ റെഡിയാക്കും. ബൊറൂട്ടോ ആണെങ്കിൽ വിശന്ന് ആർത്തിയോട് കൂടെ അത് കഴിക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ കവാക്കിയും ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അവൻ മീറ്റ് മാത്രം തെരഞ്ഞു പിടിച്ച് കഴിക്കും. അത് കണ്ട് നറൂട്ടോ ആണെങ്കിൽ അവനോട് വെജിറ്റബിൾസ് കൂടെ കഴിക്കാനായിട്ട് നിർബന്ധിക്കും. ഉടനെ ഹിമവാരി ആണെങ്കിൽ നറൂട്ടോയെ നോക്കി ചിരിക്കുകയാണ്. പപ്പ, ആക്ച്വലി നിങ്ങളും വെജീസ് അല്ല കഴിക്കുന്നത്, മറിച്ച് ആ നോൺ വെജ് ആണ്. അത് കേട്ട് നമ്മുടെ നറൂട്ടോ അവൻ ചമ്മി ഐസായി പോവും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും പ്ലേറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഹിനട്ടയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവർ രണ്ടുപേരും ചേർന്ന് അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങും. നറൂട്ടോ ഹിനട്ടയെ നോക്കും. എനിക്കറിയാം ഇപ്പൊ നിന്റെ വർക്ക് ലോഡ് അത് കൂടിയല്ലേ. അതിന് ഹിനട്ടയാണ് ശരിക്കും ഒരിക്കലുമില്ല. അവനും ഓക്കെയും ഞാൻ എൻ്റെ മകനെ പോലെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മളെ വിശ്വസിച്ച് അവൻ്റെ പാസ്റ്റ് നമ്മളോട് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ കവാക്കി അവൻ നല്ല ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ആണെങ്കിൽ മിഷന് പോകാനുള്ള ഓരോരോ തിങ്സ് ആയിട്ട് അവൻ്റെ ബാഗിൽ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തെങ്കിലും മറന്നോന്നറിയാൻ അവൻ ചുറ്റും നോക്കും. ഉടനെ കവാക്കി അവൻ അവിടേക്ക് കടന്നു വരും. ബൊറൂട്ടോ ആണെങ്കിൽ ഉടനെ അവനെ തിരിഞ്ഞു നോക്കും. ഓ, നീ വീണ്ടും എൻ്റെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നോ? എനിക്കിപ്പോൾ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരെ സമയമില്ല. എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് മിഷന് വേണ്ടി ഇവിടുന്ന് എത്രയും വേഗം പോകണമെന്ന് പറയും. അതിൽ കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോട് ചോദിക്കും, സത്യം പറയും, നിനക്ക് ഈ കർമ്മ പവർ അത് എവിടുന്ന് കിട്ടി? നീയും നിന്റെ പാരൻസും എല്ലാവരും ആ ഒറോച്ചിയുടെ ആൾക്കാരല്ലേ? ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. യു ആർ അൺബിലീവബിൾ. നിന്നോട് എത്ര തവണ പറഞ്ഞു ഞങ്ങൾ ആരും ഒരു ടീമല്ല. സത്യത്തിൽ ഒറോച്ചിയൻ ടീമിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത് തന്നെ ഞങ്ങളാണ്. ഞങ്ങൾക്ക് ആ ഒറോച്ചിയെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒറോച്ചി ആരാണെന്നും അറിയില്ല. ഈ കർമ്മ പവർ അതെങ്ങനെ എനിക്ക് കിട്ടിയെന്നും കറക്റ്റായിട്ട് അറിയില്ല. അതിരിക്കട്ടെ, നിനക്കെങ്ങനെയാ ഈ കർമ്മ പവർ കിട്ടിയേ? അത് കേട്ട് അവനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കുഞ്ഞൻ കവാക്കിയെ ഒരു ജയന്റ് ട്യൂബിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം. കവാക്കിയാണെങ്കിൽ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അവന് ചുറ്റും ഒരുപാട് ട്യൂബുകൾ തകർന്ന് കിടക്കുകയാണ്. ഒരേ ഒരു ട്യൂബ് മാത്രമാണ് അവൻ്റെ തൊട്ടടുത്തുള്ളത്. മരണം മുന്നിൽ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കവാക്കി ടെൻഷനാവും. അപ്പൊ ദൂരത്തായിട്ട് ആ ഡോക്ടറും ജീഗണും അവരാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ച് എന്തൊക്കെയോ പറയും. ജീഗൺ തീർത്തു പറയും, നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെന്റും ഫെയിൽ ആയിരിക്കുകയാണ്. ഇനി രണ്ട് ട്യൂബ് മാത്രമേ ബാക്കിയുള്ളൂ. അതിലേതിലെങ്കിലും ഒന്ന് സക്സസ് ആയേ പറ്റൂ. ഡോക്ടർ ആണെങ്കിൽ അവന് കോൺഫിഡൻസ് കൊടുക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് സക്സസ് ആയിരിക്കും. സക്സസ് ആയിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കും സക്സസ് ആവുന്നത് വരെ. അടുത്ത നിമിഷം ജീവനാണെങ്കിൽ അവന്റെ ബോഡിയിലെ കർമ്മ പവർ അത് അവേഗം ചെയ്യുകയാണ്. ആദ്യമായിട്ട് കവാക്കി ആ കർമ്മ പവർ കണ്ടത് ജീവന്റെ ബോഡിയിലാണ്. അവൻ ആ ഒരു പവർ അവന്റെ തൊട്ട് മുൻപിലുള്ള ട്യൂബിലേക്ക് അങ്ങനെ കടത്തി വിടുകയാണ്. അതിലുള്ള കുട്ടിക്കാണെങ്കിൽ ആ ഒരു കർമ്മ പവറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ ഒരു ട്യൂബ് തകർന്ന് അവനും സ്പോട്ടിൽ തന്നെ ഡെഡാവും. ആ ഡോക്ടർ ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ജീഗൺ അവനും മരണപ്പെട്ടു. നമ്മുടെ ഈ മിഷൻ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയും. ജീഗൺ ആണെങ്കിൽ കൺട്രോൾ പോവും. അവൻ പ്രതീക്ഷയോട് കൂടെ കവാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. കവാക്കി, നിന്നിലാണ് എൻ്റെ ഏക പ്രതീക്ഷ. നീയും എന്നെ ഡിസപ്പോയിന്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കർമ്മ പവർ അത് കവാക്കിയുള്ള ട്യൂബിലേക്ക് അങ്ങനെ കടത്തി വിടുകയാണ്. പക്ഷെ അത്ഭുതം ഒന്ന് പറയട്ടെ, കവാക്കി അവൻ ആ കർമ്മ പവർ അത് ക്ഷണവേഗത്തിൽ വളരെ സ്പീഡിൽ തന്നെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. അവർക്കാണെങ്കിൽ വലിയൊരു പ്രതീക്ഷ വരികയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. കവാക്കി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ബൊറൂട്ടോട് പറയാണ്. ആക്ച്വലി ആ ഒരു കർമ്മ പവർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ജീഗണിലാണ്. അവൻ ഒരുപാട് പേരെ ആ ഒരു പവർ വെച്ച് എക്സ്പെരിമെന്റിന് വേണ്ടി ഇല്ലാതാക്കി. അവസാനം ആ ഒരു കർമ്മ പവർ അതെന്നിലാണ് സക്സസ് ആയത്. മരണപ്പെട്ടു എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ എനിക്കെന്റെ ജീവൻ തിരികെ കിട്ടിയപ്പോഴാണ് ആ കർമ്മ പവർ അതെന്നിലേക്ക് എത്തിയ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് അവൻ പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ നറൂട്ടോ അവൻ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. കവാക്കി ആണെങ്കിൽ വീണ്ടും ബൊറൂട്ടോട് പറയും, ചെറുപ്പം മുതലേ വളരെ മോശമായിട്ടുള്ള ലൈഫായിരുന്നു എനിക്ക്. നിമിഷം വരെ അതേ ബാഡ് ലൈഫിൽ കൂടെ തന്നെയാണ് ഞാൻ മുൻപോട്ടേക്ക് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് അത് ഈ കർമ്മ പവറാണെന്ന് പറഞ്ഞ് അവൻ കയ്യിലേക്ക് നോക്കും. ഉടനെ ആ പവർ അവേക്കൻ ആവുകയാണ്. അതേസമയം ബൊറൂട്ടോയുടെ കയ്യിലും അതേ പവർ അങ്ങനെ അവേക്കൻ ആവും. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് ചോദിക്കും, ഈ കർമ്മ പവർ അത് ഇറേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് കവാക്കി പറയും, നമുക്ക് രണ്ടുപേർക്കും ബേർഡൻ ഈ കർമ്മ പവറാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. തീർച്ചയായിട്ടും ഞാൻ അതിന് നിന്നോടൊപ്പം ഉണ്ടാവും. പക്ഷെ എന്റെ അനുജത്തിയുടെ പാത്രം അത് പൊട്ടിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് കേട്ട് ചത്താ മതിയെന്നാവും.
ഒരു കണക്കിനാണ് കവാക്കി അവനെ ട്രസ്റ്റ് ചെയ്ത് ട്രാക്കിൽ വന്നത്. അവൻ ഇടയിൽ വെച്ച് അത് നശിപ്പിച്ചു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കവാക്കി ആണെങ്കിൽ ആ പൊട്ടിയ പാത്രത്തിനടുത്തേക്ക് വരികയാണ്. നറൂട്ടോ ആണെങ്കിൽ കവാക്കി ആശ്വസിപ്പിക്കും. പാത്രത്തെ ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിന് കവാക്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഹിമാവരിയുടെ ഫേസ് ആലോചിക്കുകയാണ്. അവൾക്കും പാത്രം തകർന്ന സമയത്ത് ഒരുപാട് ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. നറൂട്ടോ ആണെങ്കിൽ വീണ്ടും അവനെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം, നീ എന്നോടൊപ്പം വായോ, ഈ ഒരു ഗ്രാമം മുഴുവൻ നിന്നെ ഞാൻ ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.